ഹിമാചൽ പ്രദേശിൽ ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും. കുളു, ഷിംല, ലാഹോൾ, സ്പിറ്റി തുടങ്ങിയ ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. മിന്നൽ പ്രളയത്തിൽ തീർത്ഥൻ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശത്ത് കഴിയുന്നവരെ കുളു ജില്ലാ ഭരണകൂടം ഒഴിപ്പിച്ചു. കുളു ജില്ലയിൽ മാത്രം ബാഗിപ്പുൽ, ബട്ടാഹർ എന്നീ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തു. ഇരു പ്രദേശങ്ങളിലും ഇതുവരെ ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ലാഹോൾ, സ്പിറ്റി ജില്ലയിൽ മിന്നൽ പ്രളയം വീടുകൾക്കും കൃഷിസ്ഥലങ്ങൾക്കും നാശം വിതച്ചു. മിയാർ വാലിയിലെ എല്ലാ സ്കൂളുകളും അടുത്ത ഏതാനും ദിവസത്തേക്ക് അടച്ചിടുമെന്ന് ലാഹോൾ സ്പിറ്റി MLA അനുരാധ റാണ അറിയിച്ചു. 2 പാലങ്ങൾ ഒലിച്ചുപോയതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഗ്രാമവാസികൾ സുരക്ഷിതരാണെന്നും സാമൂഹിക മാധ്യമത്തിലൂടെ അനുരാധ റാണ പ്രതികരിച്ചു. ഷിംലയിലെ രാപൂരിലെ നന്ദി പ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് അധികൃതർ പറഞ്ഞു. ബുധനാഴ്ച മണ്ഡി ജില്ലയിലെ ഒരു താൽക്കാലിക പാലം കടക്കുന്നതിനിടെ ജലാശയത്തിലെ ഒഴുക്കിൽപ്പെട്ട് പുരൺചന്ദ് എന്നൊരാൾ മരിച്ചിരുന്നു. അപകട മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുർഘടമായ ഭൂപ്രദേശവും മോശം കാലാവസ്ഥ തുടരുന്നതും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുന്നുണ്ട്. കിനാവൂർ ജില്ലയിലെ ഗ്രിഷി ഡോഗ്രി താഴ്വരയ്ക്ക് സമീപമുണ്ടായ മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിന് കാരണമായത്. ബസ് സ്റ്റാൻഡും സമീപത്തുണ്ടായിരുന്ന കടകൾക്കും കേടുപാടുകളുണ്ടായി. 2 പാലങ്ങൾ ഒലിച്ചുപോയതോടെ ഷിംല ജില്ലയിലെ കൂട്ട്, ക്യാവ് മേഖലകൾ ഒറ്റപ്പെട്ടതായി അധികൃതർ പറഞ്ഞു. 323 റോഡുകളിലെ ഗതാഗതത്തിന് നിലവിൽ സംസ്ഥാനം തടസ്സം നേരിടുകയാണ്. മണ്ഡി ജില്ലയിലാണ് ഏറ്റവും അധികം റോഡുകൾ അടച്ചിട്ടിരിക്കുന്നത്. അതേസമയം ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. ഓഗസ്റ്റ് 17 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.